അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ചരിത്രമാണ് അൽവാരിസ് യൂലിയോസ് തിരുമേനിയുടെ ചരിത്രം, അല്ലേ? മലങ്കര സഭയിൽ ജനിക്കാതിരുന്നിട്ടും മറ്റൊരു വിശ്വാസത്തിൽ ജനിച്ചിട്ട് ഈ സഭയുടെ വിശ്വാസം ശോഭയുള്ളതാണെന്ന് കണ്ട് മരണപര്യന്തം ഈ സഭാവിശ്വാസത്തിൽ ജീവിതം വിശുദ്ധിയോടുകൂടി ജീവിച്ച് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് എത്തപ്പെട്ട ഒരു പരിശുദ്ധ പിതാവ്. ഈ അപൂർവങ്ങളിൽ അപൂർവമായ ചരിത്രം മലങ്കര സഭ ഘോഷിക്കുമ്പം ആ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് നാനാദേശങ്ങളിൽ നിന്ന് ഈ ദേവാലയത്തിലേക്ക് ഇങ്ങനെ ആടുകൾ തടിച്ചുകൂടി വരുമ്പം എന്താണ് നമുക്കുണ്ടാകേണ്ടുന്നൊരു ജാഗ്രത? അതൊരു എന്തിനാണ് ഈ മധ്യസ്ഥത കൊണ്ട്? ഇപ്പോൾ തിരുമേനി ഓർപ്പിച്ചതുപോലെ ഈ ഉയരങ്ങളിലിരിക്കുന്ന വിശുദ്ധരുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ എന്താണ് നമ്മളോട് പറയുക? പലപ്പോഴും നമുക്ക് പറ്റാവുന്ന ഒരു അബദ്ധമുണ്ട്. ഒരിക്കൽ ഫ്രാൻസിസിനെ കുറിച്ച് പറയുന്നുണ്ട്, 1221 ഒരു പാതിരാ കുർബാനയ്ക്ക്, ക്രിസ്മസിൻ്റെ കുർബാനയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം ഉറക്കം നിലവിളിച്ചു എന്ന് പറയുന്നത് മെൻഗെയിൽ ക്രിസ്തോ എന്ന് പറഞ്ഞാൽ ഉണ്ണിയേശുവിനെ കാണാനില്ല. ഇന്ന് നമ്മുടെ വിശ്വാസങ്ങളിൽ ഒരുപാട് വിശുദ്ധരുണ്ട്. നമുക്ക് വിശുദ്ധരുടെ മധ്യസ്ഥതയൊക്കെ വളരെ ശക്തമായിട്ട് ആഘോഷിക്കുമ്പം മറന്നു പോകുന്ന വളരെ ശക്തമായൊരു കഥാപാത്രം ആരാന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുവാണ്. ക്രിസ്തു വിസ്മരിക്കപ്പെടാതെ ഈ വിശുദ്ധരുടെ ജീവിതവുമായി നമ്മുടെ ജീവിതത്തെ എങ്ങനെ കോർത്തിണക്കാമെന്നുള്ളതിന് ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരിക്കലൊരു മനുഷ്യൻ വന്യമായ വളരെ ഒരു വലിയ ഡീപ്പ് ഫോറസ്റ്റിൽ അകപ്പെട്ടു പോയി. എങ്ങനെയാണ് അകപ്പെട്ടതെന്നറിയില്ല, പക്ഷേ അദ്ദേഹത്തിന് ഒരു കാരണവശാൽ പുറത്ത് കടക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് നിബിഡമായൊരു വനമാണ്. ആ ഘോരവനത്തിൽ ഇങ്ങനെ വളരെ വെപ്രാളപ്പെട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ വഴിയറിയാതെ, ദിക്കറിയാതെ, ദിശയറിയാതെ ഉഴലുമ്പം അദ്ദേഹം ഒരു നിമിഷം മൗനമായിട്ടൊന്ന് കണ്ണടച്ചിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹം ഓർത്തത്, ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ വല്യമ്മച്ചി അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കാടിന് പുറത്ത് കടക്കാൻ ഒരു വഴിയുണ്ട്, ഒരു പോംവഴി. എന്താണ് പോംവഴി? അത് മറ്റൊന്നുമല്ല, എവിടെയെങ്കിലും ഒരു നീരൊഴുക്ക് കണ്ടാൽ, ചെറിയൊരു അരുവി ഒഴുകുന്നത് കണ്ടാൽ നീ അരുവിയെ പിന്തുടരണം. ആ ജലത്തിൻ്റെ നീരുറവ ചെന്നെത്തുന്നിടത്ത് ഒരു ജനസഞ്ചയത്തെ നിനക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ നിനക്ക് കാടിന് പുറത്ത് കിടക്കാം. ആ മനുഷ്യൻ ആ നീരൊഴുക്കിനെ പിന്തുടർന്ന് കാടിന് പുറത്തേക്ക് എത്തിയെന്നാണ് കഥ. അങ്ങനെയെങ്കിൽ ആരാണ് വിശുദ്ധർ? ആരാണ് ഈ ദേശത്തെ, ഈ ദേവാലയത്തിൽ അൽവാരിസ് മാർ യൂലിയോസ് തിരുമേനി എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്: ക്രിസ്തുവിലേക്ക്, ഈ ലോകവർദ്ധതകളുടെ ഇടയിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടുപോകുന്ന ജീവജലത്തിൻ്റെ അരുവിയുടെ പേരാണ് വാഴ്ത്തപ്പെട്ട യൂലിയോസ് തിരുമേനി. അതുകൊണ്ട് നമ്മുടെ മധ്യസ്ഥത ആ വിധത്തിൽ ക്രിസ്തുവിലേക്ക് എത്താൻ, ജീവിതത്തിൽ എങ്ങനെ രൂപാന്തരപ്പെടണമെന്ന് ജീവിതം കൊണ്ട് സാക്ഷീകരിച്ച ഒരു പരിശുദ്ധൻ്റെ മണ്ണിൽ നമ്മൾ ഇന്നായിരിക്കുക.